ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും നമ്മുടെ വീഡിയോസൊക്കെ കാണുമെന്ന് വിശ്വസിക്കുന്നു. വീഡിയോസൊക്കെ കാണുന്നതിന് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഞാൻ പ്രത്യേകം നന്ദി പറയുന്നു. തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് വേണം. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്ന് പറഞ്ഞാൽ കോഫി ഇഷ്ടപ്പെടാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. അപ്പോൾ ഒരു ചിൽഡ് കോഫി ആണെങ്കിലും അടിപൊളിയല്ലേ. അപ്പോൾ നമ്മളിന്ന് തയ്യാറാക്കുന്ന ഒരു ചിൽഡ് കോഫിയുടെ റെസിപ്പിയാണ്. ഇപ്പോൾ റെസ്റ്റോറൻറ്റിലൊക്കെ കിട്ടുന്നതിനേക്കാൾ നല്ല അടിപൊളി ടേസ്റ്റിൽ നമുക്ക് വീട്ടിൽ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. അപ്പോൾ ഞാനിവിടെ ഉണ്ടാക്കുന്ന മെഷർമെൻറ്റിലാണെങ്കിൽ നമുക്കൊരു 5 പേർക്ക് കഴിക്കാനുള്ള കോഫി ഉണ്ടാകും. അപ്പോൾ നമുക്ക് പെട്ടെന്നൊരു ഗസ്റ്റൊക്കെ വരുമ്പോഴത്തേക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി റെസിപ്പിയാണ്. അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻറ്റ് ബോക്സിൽ മറക്കരുത്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതിനടുത്ത് കാണുന്ന ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. എന്നാൽ മാത്രമേ ഞാൻ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കിട്ടിയുള്ളൂ. അപ്പോൾ നമുക്ക് ഈ ചിൽഡ് കോഫി ഉണ്ടാക്കാൻ തുടങ്ങാം. ഐസ്ഡ് കോഫി ഉണ്ടാക്കാനായി ആദ്യം ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ ഇട്ട് കൊടുക്കാം. ഞാൻ കാപ്പി ഉണ്ടാക്കാൻ ഉപയോഗിച്ചിരിക്കുന്നത് നെസ്കഫയുടെ ഇൻസ്റ്റൻറ്റ് കാപ്പിപ്പൊടിയാണ്. ഇതിലേക്ക് 3/4 കപ്പ് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് 2.5 കപ്പ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കണം. വെള്ളം ചേർത്തതിന് ശേഷം ഒരു സ്പൂൺ കൊണ്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് യോജിപ്പിക്കണം. പഞ്ചസാരയിൽ ഒന്ന് അലിഞ്ഞു വരുന്നവരെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്തെടുത്ത കോഫി തണുക്കാനായിട്ട് മാറ്റി വെക്കണം. ഇപ്പോൾ കാപ്പി നല്ലതുപോലെ തണുത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കാം. അതായത് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച വെള്ളമാണ്. ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ടത് പാലാണ്. പാൽ ഞാൻ കാച്ചിയെടുത്തതിന് ശേഷം തണുത്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് തണുപ്പിച്ചെടുത്തതാണ്. ഞാനിത് കുറച്ച് സമയം ഫ്രീസറിൽ വെച്ചാണ് തണുപ്പിച്ചത്. ഇപ്പോൾ ചെറിയ ചെറിയ കട്ടകൾ പോലെ വന്നിട്ടുണ്ട് പാല്. ഇനി തണുത്ത പാല് നമുക്ക് കാപ്പിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് കാപ്പി നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രമേ പാലൊക്കെ ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ. പാല് ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം. പാൽ ഒഴിച്ചു കഴിയുമ്പോൾ പാലിൻ്റെ പാട ഉണ്ടെങ്കിൽ നമ്മൊന്ന് അരിച്ചെടുത്താൽ മതി. ഇനി ഇതൊന്ന് നല്ലതുപോലെ മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. 1/2 ലിറ്റർ തണുത്ത പാലാണ് നമ്മൾ ഇതിനായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. ഇത് ഏകദേശം ഒരു 5-6 പേർക്ക് കുടിക്കാനുള്ള കോൾഡ് കോഫി കാണും. പാലെല്ലാം ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് അരിച്ചെടുത്തതാണിത്. ഇപ്പം നമ്മുടെ കോൾഡ് കോഫി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് എങ്ങനെയാണ് സെർവ് ചെയ്യുന്നതെന്ന് നോക്കാം. നമുക്ക് പെട്ടെന്ന് ഗസ്റ്റൊക്കെ വരുമ്പോൾ ഇതുപോലെ വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. ഇനി റെഡിയായ ചിൽഡ് കോഫി നമുക്കൊരു സെർവിങ് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് കുറച്ച് ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കാം. ഞാൻ 2 ക്യൂബ്സ് വെച്ചിട്ടാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നല്ല ടേസ്റ്റിയുമായ നമ്മുടെ ഐസ്ഡ് കോഫി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സായിട്ടൊക്കെ ഷെയർ ചെയ്യുക. വീണ്ടും ഇതുപോലുള്ള സിമ്പിളും ടേസ്റ്റിയുമായിട്ടുള്ള റെസിപ്പി ആയിട്ട് നമുക്ക് കാണാം. താങ്ക്